ഓസ്ട്രിയയിലെ വിയന്ന നഗരത്തിലൂടെയാണ് ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്നത്. വിയന്ന ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് 1 മണിക്കൂർ പോലും ആയിട്ടില്ല. എയർപോർട്ടിൽ നിന്നും സുഹൃത്ത് സിറോഷിന്റെ കാറിൽ നഗരഹൃദയത്തിലേക്ക് എത്തുകയാണ്. വിയന്ന കാണാൻ വന്നതല്ല ഞാൻ. ഓസ്ട്രിയയെ ക്യാമറയിൽ പകർത്തുക എന്നതും ഇത്തവണത്തെ പ്രധാന ലക്ഷ്യമല്ല. സ്ലൊവേനിയ എന്ന രാജ്യത്തേക്കാണ് എനിക്ക് പോകേണ്ടത്. വിയന്നയിൽ നിന്നും ട്രെയിൻ മാർഗം വേണം അവിടെയെത്താൻ. സ്ലൊവേനിയയിലേക്ക് ദുബായിൽ നിന്നോ മറ്റ് അറബി നാടുകളിൽ നിന്നോ നേരിട്ട് വിമാനമില്ല. അതുകൊണ്ടാണ് വിയന്നയിലെത്തി ഇവിടെ നിന്നും ട്രെയിൻ മാർഗം സ്ലൊവേനിയയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. വിയന്നയിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് സ്ലൊവേനിയയിലെ ലുബ്ലിയാനയിലേക്കുള്ള ട്രെയിൻ പിടിക്കേണ്ടത്. എയർപോർട്ടിൽ നിന്നും എന്നെ കാറിൽ കയറ്റി റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് സിറോഷ്. വിയന്ന എന്ന ചരിത്ര നഗരത്തിൽ എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളും സാംസ്കാരിക മുദ്രകളുമുണ്ട്. ഫെബ്രുവരിയുടെ അവസാന നാളുകൾ. എങ്കിലും തണുപ്പിന് ഒട്ടും ശമനമായിട്ടില്ല. എന്തുകൊണ്ടോ ഈ വർഷം മഞ്ഞുവീഴ്ച കുറവാണ്. അതുകൊണ്ട് തന്നെ കഠിനമായൊരു കാലാവസ്ഥയാണിവിടെ എന്ന് പറയാനാവില്ല. പക്ഷേ അന്തരീക്ഷം ഒട്ടും പ്രസന്നവുമല്ല. നട്ടുച്ചയ്ക്കും ആകാശം മൂടിക്കെട്ടി നിൽക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും അന്തരീക്ഷത്തിൽ ഇത്രയെങ്കിലും പ്രകാശമുണ്ടാകണേ എന്ന ചിന്തയോടെയാണ് ഞാൻ ഇരിക്കുന്നത്. നേരമിപ്പോൾ 1:30 ആവുന്നതേയുള്ളൂ. 4 മണിക്കുള്ള ട്രെയിനിലാണ് എനിക്ക് വിയന്നയിൽ നിന്നും സ്ലൊവേനിയൻ തലസ്ഥാനമായ ലുബ്ലിയാനയിലേക്ക് പോകേണ്ടത്. സിറോഷിന്റെ സ്ഥാപനമായ പ്രോസി സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ കാർ പാർക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ മാർഗം സെൻട്രൽ സ്റ്റേഷനിലേക്ക് പോകാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ഇഷ്ടപ്പെടുന്നതും അതുതന്നെയാണ്. ട്രെയിനുകൾ കയറിയിറങ്ങിയെങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കുറേയേറെ കാഴ്ചകൾ ലഭിക്കും. മാത്രമല്ല ഇവിടുത്തെ റെയിൽവേ സിസ്റ്റം തന്നെ പരിചിതമാവുകയും ചെയ്യും. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ നിലവിലുണ്ടായിരുന്ന നഗരം. 2ാം ലോകമഹായുദ്ധത്തിൽ ഈ നഗരത്തിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. മഹായുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഹിറ്റ്ലർ ഓസ്ട്രിയയെ ജർമ്മനിയോട് കൂട്ടിച്ചേർത്തിരുന്നല്ലോ. അതോടെ വിയന്നയ്ക്ക് രാജ്യതലസ്ഥാന പദവി നഷ്ടമായി. യുദ്ധം അവസാനിച്ചപ്പോഴാകട്ടെ സഖ്യകക്ഷികളായ ബ്രിട്ടൻ, US, ഫ്രാൻസ്, സോവിയറ്റ് യൂണിയൻ എന്നിവയുടെ അധീനതയിലായി വിയന്ന. ഓസ്ട്രിയ വീണ്ടും പരമാധികാര രാജ്യമായി തീർന്ന 1955 വരെയും ആ നില തുടർന്നു. ഓസ്ട്രിയയിലെ ഏറ്റവും വലിയ നഗരമാണ് വിയന്ന. 18 ലക്ഷം ആളുകൾ ഇവിടെ വസിക്കുന്നു. സിറിയയിൽ നിന്നും ധാരാളം അഭയാർത്ഥികൾ എത്തുന്ന യൂറോപ്യൻ നഗരങ്ങളിലൊന്നാണിത്. 2013 തുടങ്ങിയതാണ് ഈ അഭയാർത്ഥി പ്രവാഹം. സിറിയയിൽ നിന്നു മാത്രം ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ഓസ്ട്രിയയിലെത്തിയിട്ടുണ്ട്. 2015 90,000 പേർക്ക് ഓസ്ട്രിയ ഔദ്യോഗികമായി അഭയം നൽകിയിരുന്നു. എന്നാൽ അനധികൃതമായ കുടിയേറ്റം തുടരുകയാണ്. 2ാം ലോകമഹായുദ്ധത്തിൽ സഖ്യകക്ഷികളുടെ ബോംബാക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങളാണ് ഇക്കാണുന്നവയിൽ പലതും. പ്രോസി സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ സിറോഷ് കാർ കൊണ്ടുചെന്ന് നിർത്തി. സൂപ്പർ മാർക്കറ്റിന് പുറമെ കോസ്മെറ്റിക് വേൾഡ്, ആയുർവേദിക് പ്രോഡക്ട്സ്, ബ്യൂട്ടി പാർലർ എന്നിങ്ങനെ പല സ്ഥാപനങ്ങളുണ്ട് പ്രോസിക്ക്. ഒരു സ്ട്രീറ്റിന്റെ ഇരുഭാഗത്തുമുള്ള പ്രധാന കെട്ടിടങ്ങളിൽ സിറോഷിന്റെയും സഹോദരങ്ങളുടെയും ഉടമസ്ഥതയിലുള്ള പ്രോസിയുടെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. കാർ പാർക്ക് ചെയ്ത് തൊട്ടടുത്തു തന്നെയുള്ള ബുർഗാസെ സ്റ്റേഷനിലേക്കാണ് ഞങ്ങൾ നടക്കുന്നത്. ബുർഗാസെ ഭൂമിക്കടിയിലെ ഒരു മെട്രോ സ്റ്റേഷനാണ്. സിറോഷ് എന്റെ ബാഗും ചുവന്ന് മുൻപേ നടക്കുന്നു. ലിഫ്റ്റിലൂടെ വേണം സ്റ്റേഷനിലെത്താൻ. ലിഫ്റ്റ് ചെന്ന് നിൽക്കുന്നത് ബുർഗാസെ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. 2 മിനിറ്റ് ഇടവിട്ട് ഈ സ്റ്റേഷനിലൂടെ ട്രെയിനുകൾ കടന്നു പോകുന്നുണ്ട്. വെസ്റ്റ് ബാൻഹോഫിലേക്കാണ് ആദ്യം പോകേണ്ടത്. വെസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ട്രെയിൻ എത്തി. നാം തൂണുകളിൽ ഉയർത്തിയാണ് മെട്രോ റെയിൽ പണിയുന്നതെങ്കിൽ ഇവിടെ ഭൂമിക്കടിയിലൂടെയാണ് ഇതിന്റെ നിർമ്മാണം. ഞങ്ങൾ വണ്ടിയിൽ കയറി. വിയന്നയുടെ മന്ദിരങ്ങൾക്കും ചത്തുരങ്ങൾക്കും അടിയിലൂടെയാണ് ട്രെയിൻ കടന്നു പോകുന്നത്. പെട്ടെന്ന് തന്നെ ട്രെയിൻ വെസ്റ്റ് ബാൻഹോഫിലെത്തി. ജർമ്മൻ ഭാഷയിൽ ബാൻഹോഫ് എന്നാൽ റെയിൽവേ സ്റ്റേഷനാണ്. പച്ച ജാക്കറ്റ്ധാരിയായ സിറോഷ് എന്നേക്കാൾ ഉത്സാഹിയായി മുന്നിലുണ്ട്. ഞങ്ങൾ അടുത്ത പ്ലാറ്റ്ഫോമിലേക്കെത്തി. സ്റ്റേഷനിൽ പല ലെയറുകളിലായാണ് പാളങ്ങൾ കടന്നുപോകുന്നത്.
അതായത് തെക്കുവടക്ക് പോകുന്ന പാളത്തിന്റെ മുകളിലെ നിലയിലൂടെയാണ് കിഴക്ക് പടിഞ്ഞാറ് റൂട്ടിലെ പാളങ്ങൾ. ഭൂമിക്കടിയിലൂടെ പല തുരങ്കങ്ങൾ. സിമ്മറിങ്ങിലേക്ക് പോകുന്ന ഒരു ട്രെയിൻ വന്നു നിന്നു. ഇതിൽ കയറി ഞങ്ങൾക്ക് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. പക്ഷേ ഉടനെ അവിടേക്ക് പോയിട്ട് കാര്യമില്ല. ഇനിയും 1.5 മണിക്കൂറോളം സമയമുണ്ട്. അതിനാൽ പോകുന്ന വഴിക്ക് വിയന്നയുടെ സ്റ്റെഫാൻ സ്ക്വയറിൽ ഇറങ്ങി അവിടുത്തെ ജീവിതമൊന്ന് കണ്ടിട്ട് സെൻട്രൽ സ്റ്റേഷനിലേക്ക് പോകാം. ട്രെയിനിൽ നല്ല തിരക്കുണ്ട്. പല സ്റ്റേഷനുകൾ പിന്നിട്ടു. സ്റ്റെഫാൻസ്പ്ലാറ്റ്സ് എന്ന സ്റ്റേഷനിൽ ഞങ്ങൾ ഇറങ്ങി. സ്റ്റെഫാൻസ്പ്ലാറ്റ്സ് ചത്തുരത്തിനടിയിലെ സ്റ്റേഷൻ. ഇവിടെയും പല നിലകളിലായി ട്രെയിനുകൾ കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ നേരം 2:30 ആയിട്ടേ ഉള്ളൂ. എനിക്ക് സ്ലൊവേനിയയിലേക്കുള്ള ട്രെയിൻ പിടിക്കാൻ ഇനിയും 1.5 മണിക്കൂറുണ്ട്. സ്ലൊവേനിയയിലേക്കുള്ള ട്രെയിൻ പുറപ്പെടുന്നതിന് 1/2 മണിക്കൂർ മുൻപ് സെൻട്രൽ സ്റ്റേഷനിലെത്തിയാൽ മതി. എസ്കലേറ്റർ വഴി പല നിലകൾ പിന്നിട്ട് വേണം പുറത്തെത്താൻ. ഭൂമിക്കടിയിൽ 50 അടിയെങ്കിലും താഴ്ചയിലൂടെയാണ് ട്രെയിനുകൾ പോകുന്നത്. പുറത്തുനിന്ന് നോക്കിയാൽ ഇങ്ങനെയൊരു റെയിൽവേ സ്റ്റേഷൻ ഇവിടെയുണ്ടെന്ന് അറിയുകയേയില്ല. സ്റ്റേഷനിൽ വിർജിൽ കാപ്പല്ലെ എന്നൊരു ബോർഡ് കണ്ട് അവിടേക്ക് നടന്നു. ഇതൊരു മ്യൂസിയമാണ്. സ്റ്റെഫാൻസ്പ്ലാറ്റ്സിലെ റെയിൽവേ സ്റ്റേഷൻ വിപുലീകരിക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെയൊരു പള്ളി കണ്ടെത്തുകയായിരുന്നു. അതിൻ്റെ ചുവരിലെ മ്യൂറലുകൾ പോലും ഇപ്പോഴും കാണാം. 13-ാം നൂറ്റാണ്ടിലെ ഒരു ദേവാലയമായിരുന്നു വിർജിൽ ചാപ്പൽ. ഭൂഗർഭ സെമിത്തേരിയോട് കൂടിയ ചാപ്പൽ 18-ാം നൂറ്റാണ്ടിൽ തകർന്നടിഞ്ഞു പോവുകയായിരുന്നു. ഈ നിലയിൽ നിന്നും ഒരു ചെറിയ എസ്കലേറ്റർ കയറിയാൽ സ്റ്റെഫാൻസ്പ്ലാറ്റ്സിലേക്ക് എത്താം. സ്റ്റീഫൻ സ്ക്വയർ എന്നാണ് സ്റ്റെഫാൻസ്പ്ലാറ്റ്സ് എന്ന ജർമ്മൻ വാക്കിന്റെ ഇംഗ്ലീഷ് പരിഭാഷ. സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രലാണ് അവിടുത്തെ പ്രധാന നിർമ്മിതി. ഭൂമിക്കടിയിൽ നിന്നും തീർത്തും വിഭിന്നമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് കയറിയെത്തിയിരിക്കുന്നത്. കല്ലുപാകി മനോഹരമാക്കിയ ഒരു സ്ക്വയർ. ഭൂഗർഭത്തിൽ നിന്നും ധാരാളം പേർ എസ്കലേറ്റർ കയറി സ്ക്വയറിലേക്ക് എത്തുന്നു. നല്ല സുന്ദരൻ സൈക്കിൾ റിക്ഷകളുണ്ട് ഇവിടെ. ഫാക്സി എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ഇത്തരം റിക്ഷകൾ ലോകത്തിന്റെ പല ഭാഗത്തും ഞാൻ കണ്ടിട്ടുണ്ട്. സ്ക്വയറിൽ ധാരാളം ജനങ്ങൾ. അല്പം വെയിൽ തെളിഞ്ഞിരിക്കുന്നു. യൂറോപ്പിൽ വന്നിറങ്ങിയിട്ട് ആദ്യമായി വെയിൽ കാണുകയാണിവിടെ. ആ വെയിലേറ്റ് വിയന്നക്കാരായ സുന്ദരികളും സുന്ദരന്മാരും നടക്കുന്നു. ഇവിടുത്തെ പ്രധാന നിർമ്മിതി ഇക്കാണുന്ന കത്തീഡ്രലാണ്. സ്റ്റെഫാൻസ് ഡോം എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ. വിയന്നയുടെ ലാൻഡ്മാർക്കാണ് ഈ ദേവാലയം. അതിഗംഭീരമായ ഒരു നിർമ്മിതി. ഇതിനു മുൻപ് 2 തവണ ഞാൻ ഈ ദേവാലയം കണ്ടിട്ടുണ്ട്. 2002 ആദ്യമായി വിയന്നയിൽ വന്നപ്പോഴും ഏതാണ്ട് 6 മാസം മുൻപ് വിയന്ന സന്ദർശിച്ചപ്പോഴും. അന്നൊക്കെ കത്തീഡ്രലിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിരുന്നു കാഴ്ച. ഇപ്പോഴും അത് തുടരുന്നു. 14-ാം നൂറ്റാണ്ടിലെ മഹത്തായൊരു കലാനിർമ്മിതിയാണ് പള്ളിഗോപുരം. പള്ളിമുറ്റത്തുകൂടി ഞാൻ നടന്നു. സ്ക്വയറിൽ ജനം ഒഴുകുന്നു. ഇളവെയിലുണ്ടെങ്കിലും നല്ല തണുപ്പ്. ആളുകളെല്ലാം സ്വെറ്ററും കനത്ത ജാക്കറ്റുമൊക്കെ അണിഞ്ഞാണ് നടക്കുന്നത്. സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിനകത്തൊന്ന് കയറാമെന്ന് തീരുമാനിച്ചു. കഴിഞ്ഞ തവണ വന്നപ്പോൾ കുർബാന നടക്കുകയായിരുന്നതിനാൽ ക്യാമറയുമായി പ്രധാന ഭാഗങ്ങളിലേക്കൊന്നും പോകാൻ അനുവദിച്ചിരുന്നില്ല. വലിയ ചരിത്രമുള്ള പള്ളിയാണ്. ലൈംസ്റ്റോണിൽ തീർത്ത അത്ഭുതകരമായ ഒരു നിർമ്മിതി. 12-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രമുള്ള ദേവാലയമാണിത്. 1160 ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായ ദേവാലയം ഇന്ന് കാണുന്ന രീതിയിൽ പുനർനിർമ്മിക്കുന്നത് 1511 റൊമനസ് ഗോത്തിക് ശില്പവിദ്യയുടെ സങ്കലനമാണ് ഇവിടെ കാണാനാവുന്നത്. പള്ളിയുടെ മധ്യഭാഗത്തേക്കും പ്രധാന അൾത്താരയ്ക്കരികിലേക്കും പോകണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. പക്ഷേ ടിക്കറ്റ് എടുത്ത് കയറി വിശദമായ കാഴ്ചകൾ ചിത്രീകരിക്കാനുള്ള സമയമില്ല. കമനീയമായ ശില്പങ്ങളുടെ അതിബൃഹത്തായൊരു ശേഖരം തന്നെയാണ് സെന്റ് സ്റ്റീഫൻസ് ദേവാലയം.
മാർബിളും ഗ്രാനൈറ്റും ലൈംസ്റ്റോണുമെല്ലാം ഇതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഓസ്ട്രിയയിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ദേവാലയങ്ങളിലൊന്നാണ് ഇത്. പല കാലഘട്ടങ്ങളിൽ പല ഭരണാധികാരികൾ ഈ ദേവാലയം ഏറ്റവും സുന്ദരമാക്കുന്നതിന് മുൻകൈയെടുത്തിട്ടുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയുടെ രാജാവായിരുന്ന ആൽബർട്ട് ഒന്നാമനാണ് അതിൽ പ്രമുഖൻ. അക്കാലത്ത് ഓസ്ട്രിയയിലെ പ്രഭുവായിരുന്ന തന്റെ മകൻ ആൽബർട്ട് രണ്ടാമനെ ജോലികളുടെ മേൽനോട്ട ചുമതല രാജാവ് ഏൽപ്പിക്കുകയും ചെയ്തു. ഓസ്ട്രിയ, ഹംഗറി, ജർമ്മനി തുടങ്ങിയവിടങ്ങളിൽ നിന്നുള്ള വിഖ്യാതരായ ശില്പികൾ ദേവാലയ നിർമ്മാണത്തിൽ പങ്കുചേർന്നിരുന്നു. 2-ാം ലോകമഹായുദ്ധത്തിൽ ബോംബാക്രമണങ്ങളിൽ പള്ളിക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചിരുന്നില്ല. എന്നാൽ സഖ്യകക്ഷികളോട് തോറ്റു പിന്മാറുന്ന വേളയിൽ ഇത് പൂർണ്ണമായും തകർത്തുകളയാൻ നാസി സൈന്യം തീരുമാനിച്ചിരുന്നു. പക്ഷേ അത് നടപ്പായില്ല. യുദ്ധാവസാന നാളുകളിലുണ്ടായ ഒരു തീപിടുത്തത്തിൽ ദേവാലയത്തിന്റെ മേൽക്കൂര കത്തിയമരുകയും ചെയ്തു. 136 മീറ്റർ ഉയരമുള്ള പ്രധാന അൾത്താരയ്ക്ക് പുറമെ 17 അൾത്താരകളുമുണ്ട് ദേവാലയത്തിന്. പല യൂറോപ്യൻ നഗരങ്ങളെയും 2-ാം ലോകമഹായുദ്ധം വെറും കൽക്കൂനകൾ മാത്രമാക്കുമ്പോൾ വിയന്നക്കാർ ഏറ്റവും ആശങ്കപ്പെട്ടത് ഈ ദേവാലയത്തെ ചൊല്ലിയായിരുന്നു. മഹനീയമായ ശില്പങ്ങളും കൊത്തുപണികളുമുള്ള 12-ാം നൂറ്റാണ്ട് മുതൽ നിലനിൽക്കുന്ന വിയന്നയുടെ ഈ അഭിമാനഗോപുരം തകർന്നു പോകുമോ എന്ന് എല്ലാവരും ഭയപ്പെട്ടു. അക്കാര്യം ജർമ്മൻ സൈന്യത്തിനും അറിയാമായിരുന്നു. വിയന്നയിൽ നിന്നു പിന്മാറുന്ന സമയത്ത് 100 ഷെല്ലുകൾ വർഷിച്ച് ഈ ദേവാലയത്തെ വെറും കൽക്കൂമ്പാരവും ചാരവുമാക്കാനാണ് അന്ന് ഇവിടുത്തെ സൈനിക കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന നാസി കമാൻഡന്റ് ജോസഫ് ഡീട്രിഷ് ഉത്തരവിട്ടത്. പക്ഷേ സൈനിക ദളത്തെ നയിച്ചിരുന്ന ക്യാപ്റ്റൻ ജെറാഡ് ക്ലിൻകിഷ് അത് അനുസരിച്ചില്ല. പൂർണ്ണ സൗന്ദര്യത്തോടെ ഇന്നും ഈ കത്തീഡ്രൽ നിലനിൽക്കാനുള്ള കാരണം ആ ക്യാപ്റ്റന്റെ നിഷേധമാണ്. ബാൽക്കണിയിൽ പൈപ്പ് ഓർഗൻ. സെന്റ് സ്റ്റീഫൻസ് ദേവാലയത്തിലെ ഓർഗൻ യൂറോപ്പിലെങ്ങും തന്നെ പ്രശസ്തമാണ്. 1334-ലാണ് ഇവിടെ ആദ്യ പൈപ്പ് ഓർഗൻ സ്ഥാപിതമായത്. അങ്ങകലെ അക്കാണുന്നതാണ് പ്രധാന അൾത്താര. 1641 മുതലുള്ള 7 വർഷം കൊണ്ട് നിർമ്മിച്ചതാണ് അനേകം ശില്പങ്ങളാൽ അലങ്കൃതമായ ആ അൾത്താര. ദേവാലയത്തിലാകെ 18 അൾത്താരകളാണുള്ളത്. ഞാൻ സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിൽ നിന്നും പുറത്തേക്കിറങ്ങി. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. പള്ളിമുറ്റത്ത് ഇപ്പോഴും വെയിലുണ്ട്. നല്ല തെളിഞ്ഞ അന്തരീക്ഷം. വിചിത്രമായ വേഷം ധരിച്ച ഏതാനും ചെറുപ്പക്കാർ സ്റ്റെഫാൻ സ്ക്വയറിലുണ്ട്. മധ്യകാലഘട്ടത്തിലെ മാന്യരുടെ വേഷമാണ്. ഇവർ ചില പരിപാടികളുടെ ടിക്കറ്റ് വിൽപ്പനക്കാരാണ്. രാത്രിയിൽ വിയന്ന നഗരത്തിൽ ധാരാളം മ്യൂസിക്കൽ കൺസേർട്ടുകൾ അരങ്ങേറാറുണ്ട്. അതിൻ്റെ ടിക്കറ്റാണ് ഇവർ വിൽക്കുന്നത്. ടൂറിസ്റ്റുകൾക്കാണ് ഇവർ പ്രധാനമായും ടിക്കറ്റ് വിൽക്കുക. വിയന്ന സന്ദർശിക്കുന്നവർ രാത്രിയിൽ ഒരു കൺസേർട്ട് കൂടി ആസ്വദിച്ചേ മടങ്ങുകയുള്ളൂ. വിയന്ന നഗരം കൺസേർട്ടുകളുടെ കാര്യത്തിൽ ലോകപ്രശസ്തമാണ്. ഗംഭീരമായ സംഗീത പരിപാടികളാണ് ഓരോ ഹാളിലും രാത്രികളിൽ അരങ്ങേറുക. പള്ളിമുറ്റത്തിന്റെ ഒരു കോണിൽ നിറയെ കുതിരവണ്ടികളാണ് കാഴ്ച. ടൂറിസ്റ്റുകളെ കാത്തുകിടക്കുന്ന വണ്ടികളാണ്. മഞ്ഞുകാലമായതിനാൽ വണ്ടികൾക്കൊന്നും ഓട്ടമില്ലെന്ന് തോന്നി. വണ്ടികൾ അങ്ങനെ ക്യൂ പാലിച്ചു കിടക്കുന്നു. മഞ്ഞുകാലം വിയന്ന പോലുള്ള നഗരങ്ങളുടെ ടൂറിസ്റ്റ് സീസണല്ല. സമ്മറായിരുന്നെങ്കിൽ സ്റ്റെഫാൻ ചത്തുരമാകെ കുതിരക്കുളമ്പൊടി നാദം കൊണ്ട് മുഖരിതമായേനെ. മെഴുത്ത കുതിരകളും ക്ലാസിക് ചാരുതയുള്ള വണ്ടികളുമാണെങ്കിലും അവയൊക്കെ ഈ നിൽപ്പ് തുടങ്ങിയിട്ട് ദിവസങ്ങളായെന്ന് തോന്നും. കാഴ്ചക്കാരെ മധ്യകാലത്തിന്റെ ചരിത്ര വഴികളിലേക്ക് തിരികെ നടത്തുന്ന വണ്ടികൾ. അക്കാലത്ത് പ്രഭുക്കന്മാരും രാജകുടുംബാംഗങ്ങളും വിയന്നയുടെ തെരുവിലൂടെ നീങ്ങിയിരുന്ന തരം പ്രൗഢിയാർന്ന വണ്ടികളാണ്. മുംബൈയിലും മറ്റുമുള്ളതുപോലെ പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചതും തുരുമ്പിച്ചതുമായ വണ്ടികളല്ല. ഇത് കാണുന്ന ആർക്കും അതിലൊന്ന് കയറിയിരിക്കാൻ തോന്നും. ഫിയാക്കർ എന്നാണ് ഈ വണ്ടികൾ അറിയപ്പെടുന്നത്. 1700-കൾ മുതൽ തന്നെ വിയന്ന നഗരത്തിൽ വ്യാപകമായ തോതിൽ ഫിയാക്കർ സർവീസ് ഉണ്ടായിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാവട്ടെ എണ്ണം 1000 കവിഞ്ഞു. ഇതെല്ലാം കുതിരവണ്ടിക്കാരാണ്. പ്രത്യേക ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഇപ്പോൾ വിയന്നയിൽ ഫിയാക്കർ സർവീസ് നടത്താനാവൂ. ഓരോ കുതിരയുടെയും പിന്നിൽ ചെറിയൊരു ബാഗ് കെട്ടിവച്ചിട്ടുണ്ട്.
കുതിര ചാണകമിടുന്നത് അതിലേക്കായിരിക്കണം. ഒരു തരി ചാണകവും മൂത്രവും നിലത്തെവിടെയും കാണാത്ത വിധമാണ് സംവിധാനങ്ങൾ. തൊപ്പിയും ഉത്തരീയവുമൊക്കെ അണിഞ്ഞ് കുതിരകൾ അങ്ങനെ നിൽക്കുന്നു. സ്ക്വയറിലാകട്ടെ ജനം നിറഞ്ഞു നീങ്ങുന്നു. പല പ്രായക്കാർ, പല വേഷക്കാർ. യൂറോപ്പിലെ ഇത്തരം സ്ക്വയറുകളിലെല്ലാം മോട്ടോർ വാഹനങ്ങൾ നിരോധിച്ചിരിക്കുകയാണ്. ആളുകൾ നടന്നു തന്നെ പോകണം. അതാണ് ഇതിൻ്റെ സൗന്ദര്യവും. പുകശല്യമില്ല, ഹോണുകൾ മുഴങ്ങുന്നില്ല. മനുഷ്യരെ കണ്ടുകൊണ്ട്, അവരുടെ ജീവിതം കണ്ടുകൊണ്ട് ഈ ചത്തുരത്തിൽ ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. തുർക്കിയിൽ നിന്നും, സിറിയയിൽ നിന്നും, ആഫ്രിക്കയിൽ നിന്നുമെല്ലാം ധാരാളം കുടിയേറ്റക്കാർ ഓസ്ട്രിയയിൽ എത്തുന്നുണ്ട്. അവരിൽ നല്ലൊരു ഭാഗം വിയന്നയാണ് ലക്ഷ്യമാക്കുന്നത്. 40,000 ടർക്കിഷ് വംശജർ ഈ നഗരത്തിലുണ്ടെന്നതാണ് 2015 കണക്ക്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് വിയന്നയുടെ ജനസംഖ്യയിൽ 10% വർധനവാണ് ഉണ്ടായത്. മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്കുള്ള കുടിയേറ്റം അതിനൊരു കാരണമാണ്. എനിക്കിവിടെ ചെലവഴിക്കാവുന്ന സമയം ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും സ്റ്റെഫാൻസ് പ്ലാറ്റ്സ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങുകയാണ്. ഇനി ഇവിടെ നിന്നും സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ഹോഫ്ത് ബാൻഹോഫ് എന്നാണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് ജർമ്മൻ ഭാഷയിൽ പറയുക. സ്റ്റെഫാൻസ് പ്ലാറ്റ്സ് റെയിൽവേ സ്റ്റേഷൻ തന്നെ എത്ര നിലകളിലാണെന്നത് അത്ഭുതകരമായ കാര്യമാണ്. ഒരു കിണറ്റിലേക്ക് ഇറങ്ങുന്നത് പോലെ എസ്കലേറ്റർ വഴി കുത്തനെ ഇറങ്ങി ഓരോ നിലയിലെയും പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തണം. ഒരു എസ്കലേറ്റർ ഇറങ്ങിയെത്തുന്നത് ഒരു ലെവലിലുള്ള പ്ലാറ്റ്ഫോമിലേക്കായിരിക്കും. അവിടെ നിന്നും വീണ്ടും താഴേക്കിറങ്ങിയാൽ മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്കെത്തും. അങ്ങനെ 2-3 നിലകൾ ഇറങ്ങിയും തലങ്ങും വിലങ്ങും നടന്നും ഓരോ ഗേറ്റിലേക്കും പ്ലാറ്റ്ഫോമിലേക്കും എത്തുന്നു. ഭൂമിക്കടിയിലെ അതിവിപുലമായ ഒരു നെറ്റ്വർക്കാണ് മെട്രോ റെയിൽ സിസ്റ്റം എന്ന് പറയാം. ഞങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു ട്രെയിൻ കടന്നു പോകുന്നുണ്ട്. എനിക്ക് പോകേണ്ട സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വണ്ടി തന്നെയായിരുന്നു അത്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത വണ്ടിയെത്തി. ഇതിൽ കയറിയാലും മതി. ഒരു ദിശയിലേക്ക് മാത്രമേ ഈ പാളത്തിലൂടെ ട്രെയിനുകൾ പോവുകയുള്ളൂ. അതുകൊണ്ട് വണ്ടി ഏതെന്നറിയാതെ പരിഭ്രമിക്കേണ്ട കാര്യമില്ല. നേരം 3 മണിയാവുന്നതേയുള്ളൂ. എങ്കിലും മെട്രോ ട്രെയിനിന്റെ ബോഗികളിൽ നിറയെ ആളുകളുണ്ട്. മെട്രോ ട്രെയിൻ സംവിധാനം ഇവിടെയൊക്കെ ജനം വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവ് തന്നെയാണിത്. വിയന്നയിലെ അറബി വംശജരുടെ സാന്നിധ്യം ഇക്കാണുന്നവരുടെ വസ്ത്രധാരണ രീതികളിൽ നിന്നും മനസ്സിലാക്കാം. കഴിഞ്ഞ ഒരു ദശകത്തിനിടെ ധാരാളം അറബ് വംശജർ വിയന്നയിലേക്ക് കുടിയേറിയിട്ടുണ്ട്. സംഘർഷഭരിതമായ നാടുകളിൽ നിന്നും വിയന്നയുടെ സ്വസ്ഥവും സുന്ദരവുമായ സാമൂഹിക അന്തരീക്ഷത്തിലേക്ക് ചേക്കേറിയവരാണ് അവരിൽ നല്ലൊരു ഭാഗവും. ഏതോ ഒരു സ്പേസ് വാർ സിനിമയുടെ ഷൂട്ടിങ്ങിന് സെറ്റിട്ടതുപോലുള്ള ഒരു തുരങ്കത്തിലൂടെ ഹോഫ്ത് ബാൻഹോഫിന്റെ പ്രധാന ഭാഗത്തേക്ക് നടക്കുകയാണ്. ഇവിടെ നിന്നും ഇനി ഇന്റർനാഷണൽ ട്രെയിനുകൾ പുറപ്പെടുന്ന പ്ലാറ്റ്ഫോമിലേക്ക് പോകണം. സിറ്റി സർവീസ് നടക്കുന്ന അണ്ടർഗ്രൗണ്ട് റെയിൽ സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം. സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് സ്ലൊവേനിയയിലേക്കും യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലേക്കുമെല്ലാം ട്രെയിനുകൾ പുറപ്പെടുന്നത്. പല എസ്കലേറ്ററുകൾ കയറി ഞങ്ങൾ ഇന്റർനാഷണൽ ട്രെയിനുകളുടെ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു. സമയം 3:15 ആയിരിക്കുന്നുവെന്ന് ചുമരിലെ ക്ലോക്കിൽ കാണാം. മുകളിൽ ചില്ലിനപ്പുറത്തുകൂടി മറ്റൊരു മെട്രോ ട്രെയിൻ കടന്നു പോകുന്നു. അത് സ്റ്റേഷന്റെ മറ്റൊരു ലെവലാണ്. ഭൂമിക്കടിയിൽ 50-100 അടി താഴ്ചയിലാണ് ഇതെല്ലാം എന്നറിയണം. ഭൂഗർഭത്തിലെ അത്ഭുതകരമായ ഒരു ലോകം. റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല, ഇവിടെ സൂപ്പർ മാർക്കറ്റുകളുണ്ട്, റെസ്റ്റോറൻറ്റുകളുടെ നിരയുണ്ട്. സൂചനാ ബോർഡുകൾ എല്ലായിടത്തും കാണാം. അത് നോക്കി വഴി മനസ്സിലാക്കി പല നിലകൾ കയറിയും ഇറങ്ങിയും നടക്കണം. മുൻകൂട്ടി ടിക്കറ്റൊന്നും എടുത്തു വച്ചിട്ടില്ല. ഇത്തവണത്തെ യാത്രയിൽ ചെല്ലുന്നിടത്ത് വെച്ച് ടിക്കറ്റ് എടുക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. നേരത്തെ അങ്ങനെയായിരുന്നില്ല. യൂറെയിൽ പാസ് മുൻകൂട്ടി തന്നെ എടുക്കുമായിരുന്നു. ടിക്കറ്റ് ലഭിക്കുന്നിടം ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. സീറ്റ് ലഭിക്കുമോ എന്നറിയില്ല. സാധാരണയായി യൂറോപ്പിലെവിടെയും ട്രെയിനിൽ വലിയ തിരക്കുണ്ടാവാറില്ല. ഇവിടെ ട്രെയിൻ പുറപ്പെടുന്ന സമയവും ഡെസ്റ്റിനേഷനുമെല്ലാം പ്രദർശിപ്പിക്കുന്നുണ്ട്. 3:59 ഒരു ട്രെയിനുണ്ട്.
സ്ലൊവേനിയയിലേക്കുള്ളതാണ് അത്. ഇതാണ് ടിക്കറ്റ് എടുക്കാവുന്ന ഇടം. നിരത്തി സ്ഥാപിച്ച ധാരാളം ടിക്കറ്റിംഗ് മെഷീനുകൾ. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇതിൽ നിന്നും ടിക്കറ്റ് എടുക്കാം. ഏറ്റവും സൗകര്യപ്രദമായ പരിപാടി. ക്രെഡിറ്റ് കാർഡ് ഉപയോഗപ്പെടുത്തി ഞാൻ ഒരു ടിക്കറ്റ് എടുത്തു. ലുബ്ലിയാനയാണ് സ്ലൊവേനിയയുടെ തലസ്ഥാനം. പക്ഷേ അവിടേക്ക് നേരിട്ടുള്ള ടിക്കറ്റ് ലഭിച്ചില്ല. സ്ലൊവേനിയയുടെ ഒരു അതിർത്തി പട്ടണമുണ്ട്, മാരിബോർ. അവിടെ ചെന്നിട്ട് മറ്റൊരു ട്രെയിൻ മാറിക്കയറണം. 10 മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ കണക്ഷൻ ട്രെയിൻ ലഭിക്കും. 2 ട്രെയിനിലേക്കുമുള്ള ടിക്കറ്റ് എടുത്തിട്ടാണ് ഞാൻ നടക്കുന്നത്. സ്ലൊവേനിയയിലേക്കുള്ള ട്രെയിൻ പുറപ്പെടുന്ന പ്ലാറ്റ്ഫോം കണ്ടുപിടിച്ചു. ഒരു ആർട്ട് മ്യൂസിയം പോലുള്ള ആ പ്ലാറ്റ്ഫോമിൽ വണ്ടി വരുന്നതും കാത്ത് നിൽപ്പായി.